ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ചാപ്റ്ററാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ആവറേജസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ആവറേജസ് ആണ്. അപ്പോൾ ആവറേജ് എന്നുള്ളത് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞത് വളരെ ചെറുപ്പത്തിലേ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് ശരാശരി? അപ്പോൾ എന്തായിരിക്കും ശരാശരി? മീൻസ് നമ്മളോട് ഒരാൾ ഒരു ശരാശരി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എന്തിനായിരിക്കും? ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ എക്സാം എടുക്കുന്നു, പേപ്പറൊക്കെ വാല്യൂ ചെയ്ത് കുട്ടികൾക്ക് പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തിരിച്ച് സ്റ്റാഫ് റൂമിൽ എത്തുന്ന ടീച്ചറിനോട് ചോദിക്കുകയാണ്, ടീച്ചർ ആ ക്ലാസ്സിലെ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ടീച്ചർ പറയുകയാണ്, കുറേ കുട്ടികളുണ്ട്, അതിൽ ഒരു അനു എന്ന് പറയുന്ന കുട്ടിക്ക് ഔട്ട് ഓഫ് 100 98 മാർക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അനുവിൻ്റെ മാർക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റുമോ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെന്ന്? കാരണം 98 മാർക്സ് നല്ല മാർക്കാണ്. അപ്പോൾ വേറൊരു കുട്ടിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 100ൽ 22 കിട്ടിയിട്ടുണ്ട്. രാഹുൽ എന്ന് പറയുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ കീർത്തി എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു 22 മാർക്കാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ മാർക്ക് നോക്കിയിട്ട് ടീച്ചർക്ക് പറയാൻ പറ്റുമോ വളരെ പുവറാണ് പെർഫോമൻസ് എന്ന്? നെക്സ്റ്റ് വേറൊരു കുട്ടിക്ക് 50 മാർക്സ് കിട്ടിയിട്ടുണ്ട്. ആ 50 മാർക്സ് വെച്ചിട്ടും ടീച്ചർക്ക് പറയാൻ കഴിയില്ല എന്താണ് ആ ഒരു മിഡിൽ നിൽക്കുന്ന കുഴപ്പമില്ലാത്ത കുട്ടികളാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കൊരു വാല്യൂവിന് വേണ്ടേ? ആ വാല്യൂവിൻ്റെ ബേസിലായിരിക്കും ടീച്ചർ എന്ത് പറയുക, ആ ക്ലാസ്സിൽ എന്ത് നല്ല പെർഫോമൻസ് ആണ് നടന്നിട്ടുള്ളതെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ആവറേജ്. ആവറേജ് ഈസ് എ സിംഗിൾ വാല്യൂ ദാറ്റ് റെപ്രസെൻറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ്. ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ആണ് ആവറേജ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റായിട്ട് ആ ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു വാല്യൂ എടുക്കുന്നതായിരിക്കും നന്നാവുക. ഇറ്റ്സ് എ സിംഗിൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വിച്ച് ഡെഫിസിറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോൾ ഗ്രൂപ്പ്. ആ മൊത്തം ഗ്രൂപ്പിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ റിവീൽ ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പറാണ് ആവറേജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വാല്യൂ ലൈസ് സംവെയർ ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഐറ്റം. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിൻ്റെ ലാർജസ്റ്റ് ഐറ്റത്തിൻ്റെയും സ്മോളസ്റ്റ് ഐറ്റത്തിൻ്റെയും മിഡിലിൽ ഏതോ ഒരു വാല്യൂ ആയിരിക്കും ആ കൂട്ടം നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. ഫോർ ദിസ് റീസൺ ആൻ ആവറേജ് ഈസ് ഫ്രീക്വൻലി റെഫേർഡ് ടു ആസ് എ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ആവറേജുകളെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയാം. മീൻസ് ലാർജസ്റ്റ് വാല്യൂൻ്റെയും ലാർജസ്റ്റ് വാല്യൂൻ്റെയും സ്മോളസ്റ്റ് വാല്യൂൻ്റെയും മിഡിലിൽ കിടക്കുന്ന ഏതോ ഒരു വാല്യൂ ആണ് ആവറേജ് ആയിട്ട് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഫോർ ദിസ് റീസൺ an average is frequently referred to as a measures of central tendency. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആവറേജ് എന്ന് പറയുന്നത് ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ആവറേജസ്. ആവറേജസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ അരിത്തമാറ്റിക് മീൻ, നെക്സ്റ്റ് വൺ ജോമെട്രിക് മീൻ, തേർഡ് വൺ ഹാർമോണിക് മീൻ, ഫോർത്ത് വൺ മീഡിയൻ, ലാസ്റ്റ് വൺ മോഡ്. ഇത്രയും ആവറേജസിനെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ അരിത്തമാറ്റിക് മീൻ. മോസ്റ്റ് വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആവറേജ് ആണ് അരിത്തമാറ്റിക് മീൻ. അരിത്തമാറ്റിക് മീൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ആവറേജ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്പേഴ്സ് തന്നാൽ അതിൻ്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി, ആ നമ്പേഴ്സിനെല്ലാം ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5 നമ്പേഴ്സ് നമുക്ക് തന്നാൽ എന്ത് ചെയ്യുക, ആ 5 നമ്പേഴ്സും ആഡ് ചെയ്യുക, എന്നിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം അരിത്തമാറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. എക്സ് മീൻസ് നമ്പേഴ്സിൻ്റെ സിഗ്മ എടുക്കുക, ഡിവൈഡ് ബൈ നമ്പർ. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആവറേജിനെ വിളിക്കുന്നതാണ് സിമ്പിൾ അരിത്തമാറ്റിക് മീൻ. അങ്ങനെ അരിത്തമാറ്റിക് മീൻ 2 ടൈപ്പാണുള്ളത്. അതിലൊന്നാണ് സിമ്പിൾ അരിത്തമാറ്റിക് മീൻ, നെക്സ്റ്റ് വൺ ആണ് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ. ഫസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ അരിത്തമാറ്റിക് മീനിനെ കുറിച്ചാണ്. അതിന് മുമ്പായിട്ട് നമുക്കറിയണം സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്തൊക്കെയാണെന്നുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ആർ ഓഫ് 3 ടൈപ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് 3 ടൈപ്പാണുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസ്, നെക്സ്റ്റ് വൺ ഡിസ്ക്രീറ്റ് സീരീസ്, ലാസ്റ്റ് വൺ കണ്ടിന്യൂസ് സീരീസ്. In individual series, variables will be given individually without grouping classes and frequency. ഒരു ക്ലാസ്സസും അതുപോലെ തന്നെ ഫ്രീക്വൻസീസും തരാതെ കുറച്ച് വേരിയബിൾസ് അങ്ങനെ റാൻഡായിട്ട് തരുവാണെങ്കിൽ അങ്ങനെയുള്ള സീരീസിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്.
വേരിയബിൾസ് വിൽ ബി ഗിവൺ ഇൻഡിവിജ്വലി വിത്തൗട്ട് ഗ്രൂപ്പിംഗ്. അവിടെ ഒരു ഗ്രൂപ്പിംഗ് ഉണ്ടാവില്ല, ഇൻഡിവിജ്വലി ആയി നിൽക്കുന്ന വേരിയബിൾസ് ആയിരിക്കും ഉണ്ടാവുക. അത്തരം സീരീസാണ് ഇൻഡിവിജ്വൽ സീരീസ്. ഇങ്ങനെയുള്ള സീരീസിലാണ് നമ്മളിപ്പം പറഞ്ഞ ഫോർമുല അഡോപ്റ്റ് ചെയ്യാൻ കഴിയുക. നമ്പേഴ്സിനെ സം ചെയ്യുക, എന്നിട്ട് നമ്പർ ഓഫ് ഐറ്റംസിനെ കൂടി ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സാമിന് കുട്ടികളുടെ മാർക്ക്, ഓരോരുത്തർക്കും കിട്ടിയ മാർക്സ് മാത്രം തരുവാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ സീരീസാണ്. നെക്സ്റ്റ് വൺ ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ ഒരു വാല്യൂവും അതിൻ്റെ റിപ്പീറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി കൂടെ തരുകയാണെങ്കിൽ അത്തരം സീരീസിനെ വിളിക്കുന്നതാണ് ഡിസ്ക്രീറ്റ് സീരീസ്. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ മാർക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 20 മാർക്സ് കിട്ടിയ ഒരു കുട്ടിയാണ് ഉണ്ടാവുക, ഒന്നിലധികം കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മളെ സീരീസിൽ തരികയാണ് 20 മാർക്സ് കിട്ടിയ 2 സ്റ്റുഡൻസ്, അതുപോലെ തന്നെ 40 മാർക്സ് കിട്ടിയ 3 സ്റ്റുഡൻസ്. അങ്ങനെയുള്ള ഒരു സീരീസാണ് നമുക്ക് തരുന്നതെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം ഡിസ്ക്രീറ്റ് സീരീസ്. Here data will be in grouped form and frequency for each observation is given. ഇവിടെ ഡാറ്റ ഗ്രൂപ്പ് ചെയ്തിരിക്കും, അതുപോലെ തന്നെ ഓരോ ഒബ്സർവേഷൻ്റെയും ഫ്രീക്വൻസി എന്താണെന്നുള്ള കാര്യം തന്നിരിക്കും. ലാസ്റ്റ് വൺ കണ്ടിന്യൂസ് സീരീസ്. ഇവിടെ ഹിയർ ഡാറ്റ ആർ ഗിവൺ വിത്ത് ക്ലാസ് ഇൻ്റർവെൽസ്. ഡാറ്റയെ നമുക്ക് ക്ലാസ് ഇൻ്റർവെൽസ് ആയിട്ടാണ് തരിക. മീൻസ് 0 മുതൽ 10 വരെ മാർക്സ് വാങ്ങിയ കിഡ്സ് 10, അതുപോലെ തന്നെ 10 to 24 അങ്ങനെ പറഞ്ഞിട്ട് ക്ലാസ് ഇൻ്റർവെല്ലിൽ എത്ര പേര് ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട്, ആ രീതിയിലാണ് സീരീസ് തരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് കണ്ടിന്യൂസ് സീരീസ്. എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ഇൻഡിവിജ്വൽ സീരീസ്. ഇവിടെ ഇൻകം മാത്രമാണ് തന്നിട്ടുള്ളത്. 270, 180, 95 കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് ഇൻകം ആണ് നമ്മളോട് പറയുന്നു. അവിടെ വേറെ ഒരു ഗ്രൂപ്പിങ്ങും ഇല്ല, റാൻഡായിട്ട് നമ്പേഴ്സ് തന്നിരിക്കുന്നതാണ് ഒരു ഡാറ്റ. അപ്പോൾ ഇതാണ് ഇൻഡിവിജ്വൽ സീരീസ്. നെക്സ്റ്റ് ഈ കാണിച്ചിരിക്കുന്ന സീരീസാണ് ഡിസ്ക്രീറ്റ് സീരീസ്. ഇവിടെ നോക്കുക, അവിടെ മാർക്ക് തന്നിട്ടുണ്ട്, ആ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പം മാർക്സിന് എക്സ് ആക്കി എടുത്തു, അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസി ആയി എടുത്തു. അപ്പോൾ 20 മാർക്സ് കിട്ടിയ 8 സ്റ്റുഡൻസ്, അതുപോലെ തന്നെ 30 മാർക്സ് കിട്ടിയ 12 സ്റ്റുഡൻസ്. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് തന്നിട്ടുള്ളത് മാർക്കും നേർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും. ഇത്തരം സീരീസാണ് ഡിസ്ക്രീറ്റ് സീരീസ്. നെക്സ്റ്റ് ഈ കാണിക്കുന്നതാണ് കണ്ടിന്യൂസ് സീരീസ്. ഇവിടെ നമുക്ക് മാർക്സ് തന്നിട്ടുള്ള ഒരു റേഞ്ചിലാണ്, ക്ലാസ് ഇൻ്റർവെൽസിലാണ്. 0 to 10 മാർക്സ് വാങ്ങിയിട്ടുള്ള 5 സ്റ്റുഡൻസ്, അതുപോലെ 10 to 20 മാർക്സ് വാങ്ങിയിട്ടുള്ള 10 സ്റ്റുഡൻസ്, 20 to 30, 25 ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെല്ലും അതുപോലെ തന്നെ അതിലെ ഫ്രീക്വൻസിയും തരുവാണെങ്കിൽ ആ ഒരു സീരീസിനെ വിളിക്കുന്നതാണ് കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം പഠിച്ചു. ഇനി നമുക്ക് അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻഡിവിജ്വൽ സീരീസാണ് ഫസ്റ്റ് പഠിക്കുന്നത്. ഇൻഡിവിജ്വൽ സീരീസിൽ മെയിനായിട്ടും ആവറേജ് മീൻസ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡ്, നെക്സ്റ്റ് വൺ അസ്യൂംഡ് മീൻ മെത്തേഡ്, ലാസ്റ്റ് വൺ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ ഓരോ മെത്തേഡ് എന്താണെന്നുള്ളത് പഠിക്കാം. ഫസ്റ്റ് ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡ് ഒന്നുമില്ല, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സം എടുക്കുക, അതിനെ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ പൊതുവെ അറിയുന്നതാണ് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമാറ്റിക് മീൻ. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ കാൽക്കുലേറ്റ് അരിത്തമാറ്റിക് മീൻ. നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 10 നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. 270, 180, 95, 98, 100, 75, 82, 90, 110, 500. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ സമ്മാണ്. സമ്മിനെ സിഗ്മ എന്നുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്മ എക്സ് ഈക്വൽ ടു നമ്പേഴ്സിന് എക്സ് എന്ന് എടുത്തു. അപ്പം എക്സിൻ്റെ സമ്മ് 1600 കിട്ടി. അപ്പോൾ മീൻ കാണാൻ എന്ത് ചെയ്യുക, സിഗ്മ എക്സ് ഡിവൈഡ് ബൈ n, 1600 ഡിവൈഡ് ബൈ 10 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ 160 ആണ് ഇവിടെ അരിത്തമാറ്റിക് മീൻ. നെക്സ്റ്റ് മെത്തേഡാണ് അസ്യൂംഡ് മീൻ മെത്തേഡ്. നമ്മൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മീൻസ് നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് ഒരുപാട് ലാർജ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കതിൽ എല്ലാത്തിനെയും ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതിന് ആ ഒരു ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസ്യൂംഡ് മീൻ മെത്തേഡ്. അതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്ക് എ അസ്യൂംഡ് മീൻ എ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു അസ്യൂംഡ് മീൻ ആയിട്ട് അതിൽ സെൻട്രലായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു നമ്പറിനെ എടുക്കുക. അപ്പോൾ സെൻട്രൽ ലൊക്കേറ്റഡ് വാല്യൂവിനെ അസ്യൂംഡ് മീൻ ആക്കി എടുക്കുക. അതിനെ നമ്മൾ എ എന്നുള്ള പേരിൽ ഡിനോട്ട് ചെയ്യാം. സെക്കൻഡ് പോയിന്റ് ടേക്ക് ഡീവിയേഷൻസ് ഓഫ് അസ്യൂംഡ് മീൻ ഫ്രം ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ. മീൻസ് നമുക്ക് ഇൻഡിവിജ്വലി ഒരുപാട് നമ്പേഴ്സ് തന്നിട്ടുണ്ടാകും. ആ നമ്പറിൽ നിന്ന്
ഈ അസ്യൂംഡ് മീനിനുള്ള ഡീവിയേഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവിനെ നമുക്ക് ഡി എന്ന് ഡിനോട്ട് ചെയ്യാം. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് ദെൻ സം ഓൾ ഡീവിയേഷൻ ഈസ് ടേക്കൺ ആസ് സിഗ്മ ഡി. നെക്സ്റ്റ് കാണേണ്ടത് എല്ലാ ഡീവിയേഷനും നമ്മളിപ്പോൾ ഡീവിയേഷൻസ് എക്സ് മൈനസ് എ ചെയ്തത് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഡീവിയേഷൻസിനെ എല്ലാത്തിനെയും കൂടെ സം ചെയ്യുക. അങ്ങനെ സം ചെയ്തതിന് ശേഷം സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എൻ ചെയ്യുക. സിഗ്മ ഡീനെ എൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ആഡ് എ, എന്നിട്ട് അതിനോട് എ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ ഒരു മെത്തേഡിൽ അരിത്തമാറ്റിക് മീൻ. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ആയിരിക്കും അസ്യൂംഡ് മീൻ മെത്തേഡിലെ അരിത്തമാറ്റിക് മീൻ. എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് എക്സ് തന്നിട്ടുണ്ട്, കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എനെ അസ്യൂം ചെയ്യണം. മീൻസ് അതിലൊരു മിഡിൽ വാല്യൂനെ നമുക്കിങ്ങ് എടുക്കാം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 57 ആണ് അസ്യൂംഡ് മീനായിട്ട്. അപ്പോൾ 57 എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് അടുത്ത കോളം നോക്കുക, എക്സ് മൈനസ് 57 ആണ്. എക്സിൽ നിന്ന് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള 57 എന്ന് പറയുന്ന അസ്യൂംഡ് മീൻ മൈനസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എക്സ് എത്രയാണ്, 42. അപ്പോൾ 42 മൈനസ് 57 ആണ് ഇവിടെ എത്ര, -15. നെക്സ്റ്റ് 52 മൈനസ് 57, ആൻസർ -5. നെക്സ്റ്റ് 51 57 -6. 47 മൈനസ് 57 -10. അങ്ങനെ ഓരോന്നിനെയും അസ്യൂംഡ് മീനിൽ നിന്ന് മൈനസ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ചെയ്താൽ കിട്ടുന്നതാണ് ഡി എന്ന് പറയുന്ന കോളം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ആ ഡി എന്ന കോളത്തിനെ സം ചെയ്യുകയാണ്. അപ്പം പ്ലസ് മൈനസ് ഫിഗേഴ്സൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് സം ചെയ്യുക. സമയത്ത് കിട്ടും സിഗ്മ ഡി എന്ന് പറയുന്നത് -10. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞു -10 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ചെയ്യണം. അപ്പോൾ എ ഇവിടെ എത്രയാണ്, 57 പ്ലസ് സിഗ്മ ഡി എത്രയാണ്, -10 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 10 ആണ്. അപ്പോൾ അതിനോട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 57 മൈനസ് 1, ആൻസർ 56. അപ്പോൾ 56 ആണ് ആവറേജ് എന്ന് പറയുന്നത്. അരിത്തമാറ്റിക് മീൻ 56 ആണ്. ഇത്രയാണ് അസ്യൂംഡ് മീൻ മെത്തേഡ്. ഇൻഡിവിജ്വൽ സീരീസിൻ്റെ അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, ടേക്ക് എൻ അസ്യൂംഡ് മീൻ എ. അസ്യൂം ചെയ്തിട്ടുള്ള ഒരു മീൻ മിഡിൽ നിന്ന് എടുത്തിട്ട് അസ്യൂംഡ് മീൻ എ ആക്കി എടുക്കുക. നെക്സ്റ്റ് ടേക്ക് ഡീവിയേഷൻ ഓഫ് അസ്യൂംഡ് മീൻ ഫ്രം ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ്. നെക്സ്റ്റ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ അസ്യൂംഡ് മീനിൻ്റെ ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഡിവൈഡ് ദ ഡീവിയേഷൻ ഡി ബൈ കോമൺ ഫാക്ടർ. ദാറ്റ് ഈസ് ഡി ഡാഷ് കാണാം, ഡി ബൈ കോമൺ ഫാക്ടർ. ഇവിടെ കോമൺ ഫാക്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കോമൺ ആയിട്ട് ഏത് നമ്പറാണ് അതിലെല്ലാത്തിലും പോകുന്നത് ആ നമ്പറിനെയാണ് നമ്മൾ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡി ഡാഷ് കാണാൻ വേണ്ടിയിട്ട് ഡി ഡിവൈഡഡ് ബൈ കോമൺ ഫാക്ടർ. നെക്സ്റ്റ് ചെയ്യേണ്ടത് ദെൻ ഫൈൻഡ് സിഗ്മ ഡി ഡാഷ്. ഇനി അടുത്ത ചെയ്യേണ്ടത് ഈ ഡി ഡാഷിൻ്റെ സമ്മ് കാണുക എന്നുള്ളതാണ്, സിഗ്മ ഡി ഡാഷ്. നെക്സ്റ്റ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എ പ്ലസ് മീൻസ് അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ ഡി ഡാഷ് ബൈ എൻ. സിഗ്മ ഡി ഡാഷിനെ എൻ കൊണ്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു സി, കോമൺ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ എക്സ് തന്നിട്ടുണ്ട്, 40, 35, 60, 70 അങ്ങനെ കുറേ നമ്പേഴ്സ് 10 നമ്പേഴ്സ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒബ്സർവേഷനായി തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, മിഡിലിൽ കിടക്കുന്ന ഒരു നമ്പറിനെ നമുക്ക് അസ്യൂംഡ് മീനായിട്ട് എടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 50 ആണ് അസ്യൂംഡ് മീൻ. അപ്പോൾ 50യെ അസ്യൂംഡ് മീനാക്കി എടുത്തു. നെക്സ്റ്റ് എന്താ കാണണം, ഡീവിയേഷൻ കാണണം, എക്സ് മൈനസ് 50. അപ്പോൾ 50, അപ്പോൾ എക്സ് മൈനസ് 50 ചെയ്താൽ -10 -15 +10 +20 അങ്ങനെ കിട്ടും. അങ്ങനെ ഡി കണ്ടതിന് ശേഷം ഈ ഡി എന്നുള്ള നമ്പേഴ്സൊക്കെ നോക്കാം, 10, 15, 10, പിന്നെയും 20, 20, 0, 25, 15, 25, 30. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ ഇരിക്കും. അപ്പോൾ 5 ഇവിടെ ഒരു കോമൺ ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, 5നെ കോമൺ ഫാക്ടർ ആക്കി എടുക്കാം. അങ്ങനെ d/5 ചെയ്യുന്നു, അതാണ് അടുത്ത കോളം.
-2 -3 -2 അങ്ങനെ +2 ഇങ്ങനെ d/5 ചെയ്താൽ കിട്ടും. ഇതിനെയാണ് d' എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യണം? d' സമ്മിനെ കാണണം. അപ്പം മൈനസ് പ്ലസ് ഫിഗേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് സമ്മ് കാണുക. അപ്പോൾ ആൻസർ കിട്ടും -6. നെക്സ്റ്റ് ഇനി നമുക്ക് അരിത്തമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. അരിത്തമാറ്റിക് മീനിൻ്റെ കാൽക്കുലേഷൻ്റെ ഫോർമുല ഇതാണ്: a പ്ലസ് അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ d'/n ഇൻറ്റു സി. അപ്പോൾ ഇവിടെ എ എത്രയായിരുന്നു? ആദ്യം എടുത്തത് 50 ആണ്. 50 പ്ലസ് സിഗ്മ d' നമുക്ക് കിട്ടിയിട്ടുണ്ട് -6 /10. 10 ആണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇൻറ്റു 5. അപ്പോൾ നമുക്ക് കിട്ടും 50 - 3 47. അപ്പോൾ ഇവിടുത്തെ അരിത്തമാറ്റിക് മീൻ 47 ആണ്. അപ്പോൾ ഇത്രയാണ് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ അരിത്തമാറ്റിക് മീനിൻ്റെ കാൽക്കുലേഷൻ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്യണം. താങ്ക് യു.